ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ FII DII ഡാറ്റ നോക്കുകയാണെങ്കിൽ 1285 കോടിയുടെ നെറ്റ് ബയേഴ്സാണ് FIIs. അതേപോലെ DIAസും 605 കോടിയുടെ നെറ്റ് ബയേഴ്സാണ്. ഇന്നലത്തെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ FIIs 724 കോടിയുടെ നെറ്റ് ബയേഴ്സാണ്. എന്നാൽ ഇന്നലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 1648 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആയാലും ഹെവി ആയിട്ടുള്ള ബൈയിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മാർക്കറ്റ് കുതിക്കണമെങ്കിൽ ഹെവി ബൈയിങ് നടക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ ബയേഴ്സ് ആണെങ്കിലും അവരുടെ ബൈയിങ്ങിൻ്റെ ആ ഒരു വോള്യൂം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നമ്മുടെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിങ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ ഏകദേശം അടുത്ത് തന്നെ 24,610, അതായത് 0.036% നേരിയൊരു ഫ്ലക്ച്വേഷൻ മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ നിഫ്റ്റി ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ നേരിയ ബൈയിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നവംബർ മാസം സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് CAGR റിട്ടേൺ നൽകിയ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട്. നമുക്കറിയാം, സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 65% അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിരിക്കണം. ബാക്കി അവരുടെ ഇഷ്ടം പോലെ ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഡെറ്റ് ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 65% തീർച്ചയായിട്ടും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിരിക്കണം. അപ്പോൾ ഇവിടെ അവർ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നിഫ്റ്റിയിലെ 251 മുകളിൽ 500 വരെയുള്ള സ്റ്റോക്കുകളെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അവരത് സെലക്ട് ചെയ്യേണ്ടത്. ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ കൂടുതൽ കാലം ഹോൾഡ് ചെയ്യാതെ എക്സിറ്റ് ആവുകയും പുതിയവ ബൈ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കുറയുന്നതാണ് ഏറ്റവും നല്ലത്. അത് എത്ര കൂടുതലാകുന്നുവോ അതിൻ്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് അവരുടെ സ്റ്റോക്കുകളിൽ ഒരു കൺവിക്ഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സെലക്ട് ചെയ്ത സ്റ്റോക്കുകളിൽ കൂടുതൽ കാലം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഫണ്ട് മാനേജേഴ്സ് ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സ്റ്റോക്കുകളും ബൈ സെല്ലുകയും ചെയ്യുന്നത് മറ്റൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാകും. അതായത് ആ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം ക്യാച്ച് ചെയ്തുകൊണ്ട് അതിൽ നിന്നും റിട്ടേൺ എടുത്തുകൊണ്ട് എക്സിറ്റ് ആവുക എന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും ഈ രീതിയിൽ ടേൺ ഓവർ റേഷ്യോ കൂടാം. ഇപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ ഹൈ ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നവയാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ള 3 മാസത്തിൽ 100% മുകളിൽ ഹൈ ടേൺ ഓവർ റേഷ്യോ കാണിച്ച ടോപ്പ് 15 മ്യൂച്വൽ ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്കീമുകളിൽ ഏകദേശം 7ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ക്വാണ്ടിൻ്റേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ ടേൺ ഓവർ റേഷ്യോ 100ൽ താഴെയാണ്. അതിനർത്ഥം സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അവർ നടത്തുന്ന സ്റ്റോക്ക് സെലക്ഷൻ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഈ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ കഴിഞ്ഞ നവംബർ മാസം അവർ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നവംബർ മാസം ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് 9 സ്റ്റോക്കുകൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ പുതുതായിട്ട് ആഡ് ചെയ്തായിട്ട് കാണാം. ക്വാണ്ട് സ്മോൾ ക്യാപ്പിൻ്റെ AUM എന്ന് പറയുന്നത് 27,161 കോടിയാണ്. 2024 നവംബർ അവസാനം വരെയുള്ള കണക്ക് പ്രകാരമാണ് ഈ ഒരു AUM നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നവംബറിൽ ഇവർ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഇവർ ഏറ്റവും അധികം ആഡ് ചെയ്തിട്ടുള്ളത് PSU സ്റ്റോക്കുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 9 പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്തതിൽ 6 എണ്ണവും PSU സ്റ്റോക്കുകളാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് SBI ആണ്. SBI ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കല്ല, പക്ഷേ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 65% സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വേണ്ടതുള്ളൂ. അപ്പോൾ അതിനെ പുറത്തായിട്ട് ഇവർ സെലക്ട് ചെയ്തത് SBI ആണ്. അപ്പോൾ SBI അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 4% കറക്റ്റ് ചെയ്തുകൊണ്ട് ഓൾ ടൈം ഹൈയോട് അടുത്താണ് SBI നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം SBI നൽകിയ റിട്ടേൺ 41% അടുത്താണ്. മറ്റൊരു സ്റ്റോക്ക് PSU ഇവർ ആഡ് ചെയ്തിട്ടുള്ളത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 16% താഴ്ത്തു വന്ന സ്റ്റോക്കാണിത്. കഴിഞ്ഞ ഒരു വർഷം 130% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക്. മറ്റൊരു സ്റ്റോക്ക് MOIL ആണ്, മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 37% താഴത്തേക്ക് വന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം 20% റിട്ടേൺ കിട്ടിയ ഈ സ്റ്റോക്കാണ് ഇവർ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു PSU സ്റ്റോക്ക്. വേറൊരു PSU സ്റ്റോക്ക് ഉള്ളത് ONGC ആണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 25% കറക്റ്റ് ചെയ്ത ONGC കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 30% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്.
അത് 52 വീക്ക് ഹൈയിൽ നിന്ന് 45% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം 156% വമ്പിച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ ഹഡ്കോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 28% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 178% വമ്പിച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഹഡ്കോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 6 PSU സ്റ്റോക്കുകൾ. ഇത് കൂടാതെ 3 നോൺ PSU സ്റ്റോക്കുകളും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ആയിട്ട് കാണാം. അതിലൊന്ന് വെൽസ്പൺ കോർപ്പറേഷനാണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം 49% റിട്ടേൺ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് അതേ ഗ്രൂപ്പിൻ്റെ തന്നെ വെൽസ്പൺ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷം 68% റിട്ടേൺ ലഭിക്കുകയുണ്ടായി. ഇത് അതേപോലെ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ ശേഷം 7% മാത്രം താഴത്തേക്ക് വന്ന സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഓം ഇൻഫ്ര ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 24% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം 40% കൂടുതൽ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ നവംബർ മാസം ഇവർ പുതുതായിട്ട് ആഡ് ചെയ്ത 9 സ്റ്റോക്കുകൾ. ഇത് കൂടാതെ ഇവർ നിലവിലുള്ള സ്റ്റോക്കുകളിൽ പലതിലും അവരുടെ ക്വാണ്ടിറ്റി കൂട്ടിയതായിട്ട് കാണാം. അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ ഇവർ അവരുടെ എക്സ്പോഷർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിലും എക്സ്പോഷർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. RBL ബാങ്ക്, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇതിലൊക്കെ അവരുടെ എക്സ്പോഷർ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില സ്റ്റോക്കുകളിൽ അവരുടെ എക്സ്പോഷർ കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട 3 സ്റ്റോക്കുകളൊക്കെയാണ്. ഒന്ന് ബൽറാംപൂർ ചീനി മിൽസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇവരുടെ എക്സ്പോഷർ ഇവർ കുറച്ചതായിട്ട് കാണാം. അതുപോലെ BLS ഇൻ്റർനാഷണൽ സർവീസസിലും ഇവരുടെ എക്സ്പോഷർ കുറച്ചിട്ടുണ്ട്. അതുപോലെ ഗില്ലറ്റ് ഇന്ത്യയിലും ഇവരുടെ എക്സ്പോഷർ കുറച്ചായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൽ കഴിഞ്ഞ നവംബർ മാസം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 9 സ്റ്റോക്കുകൾ അത് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും, കാരണം ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഹൈ റിട്ടേൺ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കൂടിയാണത്. പക്ഷേ അവിടെ ടേൺ ഓവർ റേഷ്യോ വളരെ കുറവാണ് എന്നുള്ളതാണ്. ക്വാണ്ടിൻ്റെ മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ചിട്ട് വളരെയധികം ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞ ഫണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് നമ്മൾ ഈ ഒരു സ്മോൾ ക്യാപ്പിൻ്റെ എക്സ്പോഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതൽ പഠനം നടത്താനുള്ള അഡ്വൈസേഴ്സുമായി സമീപിച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.